അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ ഹീലർ ആയിഷ ഷെഫി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം അക്യുപങ്ചർ എന്ന ചികിത്സാ രീതിയുടെ ആധികാരികതയെക്കുറിച്ചാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചിട്ടില്ല. അക്യുപങ്ചർ ചരിത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒറിജിൻ, അതെങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ രീതികൾ, വ്യത്യസ്ത തരത്തിലുള്ള അക്യുപങ്ചർ, അത് വ്യത്യസ്ത രാജ്യങ്ങളിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, ഇന്ത്യയിൽ എങ്ങനെ നടക്കുന്നു, എങ്ങനെയാണിത് രോഗത്തിന് നമുക്ക് മാറ്റമുണ്ടാവുന്ന രീതിയിൽ നമുക്ക് ഉപകാരപ്രദമാകുന്നത് എന്നുള്ള വിഷയങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടുള്ള ഒരു അക്യുപങ്ചർ ഹിസ്റ്ററിയുടെ ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അക്യുപങ്ചറിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമുക്ക് ഈ ചികിത്സയിലേക്ക് വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പരിചയമുള്ളവരായിക്കോട്ടെ പരിചയമില്ലാത്തവരായിക്കോട്ടെ, തീർച്ചയായിട്ടും അവർ പോകുന്ന ഒരു ചികിത്സ അത് ഒരുപാട് ആലോചനയുടെ ഒരു ഭാഗമായിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ചികിത്സാ രീതി ആയിരിക്കും. അത് ഒരുപക്ഷെ അവർക്ക് 100% റിസൾട്ട് ഉണ്ടെങ്കിൽ പോലും ഇത് നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടതാണോ, ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുമോ, ഇതുകൊണ്ട് നമ്മൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരാമോ, അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകളും സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെ മറ്റ് ചികിത്സാ രീതികളൊക്കെ പോലെ തന്നെ, അതായത് നമ്മളുടെ അലോപ്പതി, അതായത് ഇംഗ്ലീഷ് മെഡിസിൻ അല്ലാത്ത മറ്റ് ചികിത്സാ രീതികൾ നമുക്കറിയാമല്ലോ. ഹോമിയോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, യുനാനി ആയിക്കോട്ടെ, സിദ്ധ ആയിക്കോട്ടെ, ഇങ്ങനത്തിലുള്ള മറ്റ് തരത്തിലുള്ള ചികിത്സാ രീതികൾ പോലെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു ബദൽ മാർഗം എന്നുള്ള നിലയിലാണ് നമ്മൾ മറ്റെല്ലാ ഓൾട്ടർനേറ്റീവ്സിലും മരുന്നുണ്ട്. അപ്പോൾ മരുന്നില്ലാത്തൊരു ചികിത്സാ രീതി എന്നുള്ളൊരു ബെനഫിഷ്യറി ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ അക്യുപങ്ചർ എന്ന് പറഞ്ഞ ചികിത്സാ രീതി ഇത്രയധികം ഒരു ജനശ്രദ്ധ ആകർഷിക്കുന്നതും ഒരു സാമ്പത്തിക ലാഭവും അതുപോലെ തന്നെ അതിൽ നിന്നൊരു ആശ്വാസവും കിട്ടുന്നതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആളുകൾ ഈ ഒരു ചികിത്സാ മാർഗം പ്രിഫർ ചെയ്തു വരുന്നതും. അപ്പോൾ നമുക്ക് എന്താണ് ചുറ്റുപാടുമുള്ള നിലവിലുള്ള ചികിത്സാ രീതി എന്നതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടായില്ല. എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അലോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എന്താണോ ലക്ഷണങ്ങൾ വരുന്നത് ആ ലക്ഷണങ്ങൾക്ക് നമ്മൾ അതിൻ്റേതായ ഡോക്ടറെ കാണുകയും അതിനനുസരിച്ചിട്ട് മരുന്ന് കഴിക്കുകയും അതിൻ്റേതായ വ്യത്യസ്ത മാർഗ്ഗങ്ങളിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ച് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അലോപ്പതി ചികിത്സാ രീതിയിലുള്ളത്. ആയുർവേദത്തിലായിക്കോട്ടെ, യുനാനിയിലായിക്കോട്ടെ, സിദ്ധയിലായിക്കോട്ടെ, ഇതിലെല്ലാം നമ്മൾ ഹോമിയോയിലായിക്കോട്ടെ, ഇതിലെല്ലാം ഒരു മരുന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. ഇതിലെല്ലാം മോഡേൺ മെഡിസിനെ പോലെ തന്നെ ടെസ്റ്റുകളെയൊക്കെ ഇവർ ഡിപ്പെൻഡ് ചെയ്യുമെങ്കിലും നാച്ചുറലായിട്ടുള്ള പച്ചമരുന്നുകൾ അത് ഇത്ര അളവിൽ നമുക്ക് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഇൻടേക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഫോർമുലേഷൻ ചെയ്തിട്ടുള്ള മെഡിസിൻസാണ് ഇതിനൊക്കെ നമ്മൾ ബദൽ മാർഗമായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് റിസൾട്ടും ഉണ്ട്, ചില വിഷയങ്ങളിലൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റുകളും ഉണ്ട്. ഇപ്പോൾ ആയുർവേദത്തിലേക്ക് ഒരുപാട് ദശമൂലാരിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൽക്കഹോൾ കണ്ടൻ്റുള്ള സംഗതികൾ അധികമായിട്ട് ചെല്ലുന്ന ആളുകളിൽ കിഡ്നി വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ഇത്തരം ചികിത്സാ രീതികൾ പോലെ തന്നെ നമ്മളുടെ ഈ പഞ്ചഭൂത തത്വം എന്ന് പറയുന്ന, അതായത് നമ്മളുടെ ഈ ഭൂമിയിലുള്ള 5 എലമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു തന്നെ ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ചർ എന്ന് പറയുന്നത്. അക്യുപങ്ചർ ഉടലെടുത്തത് ചൈനയിലാണ്. ഏകദേശം ഒരു BC 4ാം നൂറ്റാണ്ടിലാണിത് രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് ഡെവലപ്ഡായിട്ട് നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഏകദേശം ഒരു പല രീതിയിൽ, അതായത് ഒരു 5-6 ടൈപ്പ് അക്യുപങ്ചറുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ മാത്രം ചെയ്യുന്ന അക്യുപങ്ചർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ പല സ്ഥലങ്ങളിലും നീഡിൽ ചെയ്യുന്ന അക്യുപങ്ചർ ഉണ്ട്. അതിനെ മൾട്ടി നീഡിൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഒറ്റ സൂചി കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്, അതിനെ സിംഗിൾ നീഡിൽ സിസ്റ്റം എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ സ്കാൾപ്പ്, തലയോട്ടിയിൽ മാത്രം നീഡിലുകൾ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതിനെ സ്കാൾപ്പ് അക്യുപങ്ചർ എന്നാണ് പറയാറുള്ളത്.
അബ്ഡോമിനൽ അക്യുപങ്ക്ചർ ഉണ്ട്. അതുപോലെ തന്നെ അത് വയറ്റിൽ മാത്രം ചെയ്യുന്നതാണ്. നമ്മളെ നാക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ കണ്ണിനെ ചുറ്റും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടുള്ള അക്യുപങ്ക്ചറുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അക്യുപങ്ക്ചർ ചികിത്സാ രീതികൾ നിലവിലുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള, അതായത് ഇപ്പോൾ അലോപ്പതി സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള ആവശ്യങ്ങൾക്കും, അതായത് ഈ അലോപ്പതി മരുന്ന് കഴിക്കാൻ പ്രയാസമുള്ള ആളുകളാണ് ഈ അലോപ്പതി അല്ലാത്ത ചികിത്സകളിലേക്ക് കൂടുതലും പോകാറുള്ളത്. അതായത് ഈ മരുന്നിന് കൂടുതൽ അലർജിയുള്ള ആളുകൾ, അത് ശരീരത്തിലേക്ക് ഇൻടേക്ക് ചെയ്യുമ്പോൾ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളാണ് മറ്റ് ചികിത്സകളിലേക്കൊക്കെ പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നമുക്കറിയാം, നമ്മൾ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം, കുറേ കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ BAMS എന്ന് പറയുന്ന ഒരു ഡോക്ടർ എന്ന് പറയുന്നൊരു പൊസിഷൻസ് അത്ര പ്രബലമല്ലായിരുന്നു. നമ്മൾ കൂടുതലും വൈദ്യന്മാരുടെ അടുത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ നാട്ടിൽ ഒന്നെങ്കിൽ ഒന്നോ രണ്ടോ, ഒരു പേര് കേട്ട ഒന്നോ രണ്ടോ വൈദ്യന്മാരെന്തായാലും ഉണ്ടാവും ഓരോ സ്ഥലങ്ങളിലും. അപ്പോൾ നമ്മൾ കൂടുതലും ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നതിനേക്കാളുപരി നമ്മൾ കൂടുതലും വിശ്വാസവും ഒരു മാക്സിമം ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു സംഗതികളിലായിരുന്നു ഒരു 10 കൊല്ലം മുമ്പ് വരെയും പോയിരുന്നത്. ഇപ്പോൾ ഒരു 10 കൊല്ലമായിട്ട് നമ്മളത് കാണാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 1973 വരെ, എന്താ പറയുക, 73 വരെ നിലവിൽ നിന്നിരുന്ന പാരമ്പര്യ വൈദ്യന്മാർക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് 1973 മുമ്പ് ഇന്ത്യയിൽ നിയമപ്രകാരം ആയുഷിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാരമ്പര്യ വൈദ്യന്മാർക്ക് മാത്രമേ അതിനുശേഷം പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അതിനുശേഷം, അതായത് 1973 ശേഷം നമ്മൾ ഈ ആയുഷിൻ്റെ കീഴിൽ BAMS എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഡിഗ്രി ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആയുർവേദ ചികിത്സ നമുക്ക് ലീഗലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ 1973 മുമ്പ് രജിസ്റ്റർ ചെയ്ത ആളുകൾക്കെന്ന് പറയുമ്പോൾ അവരൊരു 10-40 അല്ലെങ്കിൽ ഒരു 50 വയസ്സോ അല്ലെങ്കിൽ ഒരു 30 വയസ്സൊക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇപ്പോൾ അവരൊക്കെ വളരെയധികം ഏജ്ഡ് ആയിരിക്കുകയോ അല്ലെങ്കിൽ അവർ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ജനറേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളെ ഈ ഓരോ ചികിത്സാ രീതിയും വരുമ്പോഴും എന്താ പറയുക, പാരമ്പര്യമായിട്ടുള്ള ചികിത്സാ രീതികൾ സംരക്ഷിക്കപ്പെടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പറ്റം ആളുകൾ അതിനകത്തുണ്ടാകും. ഇപ്പോഴും ആദിവാസി വൈദ്യം എന്ന് പറഞ്ഞിട്ട് അതിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ നിലവിലുണ്ട്. അപ്പോൾ അതിലൊന്നും ഇപ്പോൾ ആയുഷ് അതുപോലത്തെ ഉള്ള ഒരു സംഗതികൾ എടുക്കാത്തതും തീരുമാനിക്കാത്തതും അത് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെയാണ് ഹോമിയോപ്പതിയുടെ കേസും യുനാനിയും എല്ലാം നമുക്ക് നിലവിൽ വരുന്നത്. നമ്മളുടെ ഈ ആദ്യത്തെ ഒരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട്, ഈ ചികിത്സയിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ആളുകൾ, പാരമ്പര്യം, അതായത് ഒന്നുകിൽ അപ്പനോ അപ്പൂപ്പനോ ഒക്കെ ഈ പറഞ്ഞ പോലെ വൈദ്യം പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയ്ക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ആ തൊഴിൽ തുടർന്ന് പോകും. അങ്ങനെ അവർക്ക് ആ ഒരു സാധനം, ആ ഒരു വിദ്യ അവരത് തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്ത് കൊടുക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെയാണ് വൈദ്യന്മാരുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ജനറേഷനും ആ കാറ്റഗറിയും നിന്നു. കാരണം ഇനി ലീഗൽ അല്ലാത്ത രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മളുടെ എന്താ പറയുക, നിയമ സംവിധാനങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഹോമിയോപ്പതി ഫോം ചെയ്തതും യുനാനിയും സിദ്ധയും എല്ലാ മെഡിസിൻസും ഇപ്പോൾ ആയുഷിൻ്റെ അണ്ടറിലാണ് ഉള്ളത്. അപ്പോൾ കേരളത്തിലേക്ക് 1992 എന്താ പറയുക, ഈ പറഞ്ഞ അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതി കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നിലവിൽ വരുന്നത് കുറേ കൂടെ ആധികാരികമായ രീതിയിൽ കോഴ്സുകളും മറ്റു സംഗതികളൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ ഒരു അലോപ്പതി ഡോക്ടറാണ്. ഡോക്ടർ ഫസൽ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹം മെഡിസിൻ MBBS പഠിക്കുകയും അതിനുശേഷമാണ് അദ്ദേഹം ഈ മെഡിസിൻസിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആളുകൾക്ക് ഇത്രത്തോളം ദോഷകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കരിയർ വിടുകയും അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞ ഒരു ചികിത്സാ മേഖല വൈഡായിട്ട് അദ്ദേഹം റിസർച്ച് ചെയ്യുകയും അതിൽ തന്നെ അദ്ദേഹം ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും അത് എന്താ പറയുക,
മൾട്ടി നീഡിൽ, അതായത് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് നീഡിലുകൾ ഉപയോഗിച്ചിട്ടുള്ള അക്യുപങ്ക്ചർ ചികിത്സാ രീതി ഒരുപാട് പെയിൻ മാനേജ്മെൻറ്റിന്, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിലീഫിന്, പെയിൻ മാനേജ്മെൻറ്റിനൊക്കെ ഉപകാരപ്പെടുമ്പോൾ എന്താ പറയുക, പഞ്ചഭൂത തത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നമ്മളെ സിംഗിൾ നീഡിൽ തെറാപ്പി നമ്മളുടെ ഓരോ രോഗങ്ങൾക്കും അത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്നുള്ളൊരു തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് സിംഗിൾ നീഡിൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞത്, നമ്മളെ നിലവിലുള്ള സംവിധാനത്തിൽ, അതായത് ഇന്ത്യയിൽ തന്നെ, അതായത് കേരളത്തിൽ തന്നെ ഒരു ഏകദേശം നമ്മളൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 10,000-ഓളം അക്യുപങ്ക്ചർ ചികിത്സ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ മാത്രമുണ്ട്. അപ്പോൾ ഈ ചികിത്സാ മേഖലകളിലേക്ക് കടന്നു വന്ന ആളുകളെന്ന് പറയുന്നത്, നമുക്കറിയാം എല്ലാ ചികിത്സാ മേഖലകളിലും അത് വിശ്വസിക്കുകയും അത് കൊണ്ട് നിലനിർത്തുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകൾ എവിടെയും ഉണ്ടാവും, അത് നമുക്കറിയാം. അപ്പോൾ ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഇത് ഫോളോ ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഇത് സ്പ്രെഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇത് പല രീതിയിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയിൽ അതിനൊരു കൗൺസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അക്യുപങ്ക്ചറിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കൗൺസിലുകൾ ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ അങ്ങനത്തെ ഒരു കൗൺസിൽ ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ ലീഗലായിട്ട് നമുക്ക് അക്യുപങ്ക്ചർ പ്രാക്ടീസ് ചെയ്യാൻ കോടതി വിധി മാത്രമേ ഉള്ളൂ. അതായത് 2020 ഫെബ്രുവരി മാസത്തിൽ സുപ്രീം കോർട്ടിൻ്റെ ഈ അക്യുപങ്ക്ചറിൻ്റെ വിധി അനുസരിച്ചിട്ട് നിലവിൽ ഇന്ത്യയിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള, അതായത് അക്യുപങ്ക്ചർ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള പ്രാക്ടീഷണേഴ്സിന് അക്യുപങ്ക്ചർ പ്രാക്ടീസ് ചെയ്യാൻ അനുവാദമുണ്ട് എന്ന് തെളിയിക്കുന്ന കോർട്ട് ഓർഡർ, സുപ്രീം കോർട്ടിൻ്റെ കോർട്ട് ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോർട്ടിൻ്റെ നിയമപ്രകാരമാണ് വ്യത്യസ്ത തരത്തിലുള്ള ഏജൻസികൾ, വ്യത്യസ്ത തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഒക്കെ അക്യുപങ്ക്ചറിന് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ പറഞ്ഞിട്ടുള്ള ഏജൻസികൾക്കും യൂണിവേഴ്സിറ്റികൾക്കും അംഗീകാരമില്ലെങ്കിലും നമുക്ക് സെൻട്രൽ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് നിലവിൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള, കൃത്യമായ ഡിഗ്രി ലഭിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ കൃത്യമായ എക്സ്പീരിയൻസോട് കൂടിയ പ്രാക്ടീഷണേഴ്സിന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും എന്ന ഒരു കോർട്ട് ഓർഡർ ഉണ്ടായിട്ടിരിക്കെ നമുക്ക് നിലവിൽ അതിനുള്ള അനുവാദമുണ്ട്. അത് നിലവിൽ ഇന്ത്യയിൽ നിരോധിക്കാത്തിടത്തോളം കാലം നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഈ കോർട്ട് ഓർഡർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കോർട്ട് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് പുതിയ ഒരു ചികിത്സാ സംവിധാനവും സ്വതന്ത്രമായ ഒരു കോഴ്സും സംവിധാനങ്ങളും ഒക്കെ രൂപപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പണിയെടുക്കുന്നതും. ഒരു സ്വതന്ത്രമായൊരു ഡിഗ്രി ഇന്ത്യയിൽ ഫോം ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇത് പ്രാക്ടീസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും. ആ ഡിഗ്രി ഫോം ചെയ്ത് ഇപ്പോൾ BAMSഉം BHMSഉം ഒക്കെ പോലെ തന്നെ ഒരു ഡിഗ്രി ഫോം ചെയ്യുന്ന ഘട്ടത്തിൽ അക്യുപങ്ക്ചർ പോലെ തന്നെ ഒരു ഡിഗ്രി 4 ഇയർ 5 ഇയർ ഒരു ഡിഗ്രി ഫോം ചെയ്യുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ എന്നാണോ ഈ സംഗതികൾ ഫോളോ ചെയ്യുന്നത്, സിസ്റ്റം നടപ്പിലാക്കുന്നത്, അന്ന് മുതൽ അത് പഠിക്കുന്ന വ്യക്തികൾക്ക് അങ്ങനത്തെ ഒരു ഡിഗ്രി കിട്ടുകയും കാരണം ആ പഠിക്കുന്നതിനൊരു ക്വാളിഫിക്കേഷൻ, ഒരു ഏജ് ലിമിറ്റും ഉണ്ടാവും. അപ്പോൾ അന്ന് മുതൽ അത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ഡിഗ്രിയോടുകൂടി അവർക്കത് ചെയ്യാൻ പറ്റും. ഇത് നമ്മളുടെ സ്വപ്നമല്ല, ഇത് നമ്മളുടെ പ്രയത്നം അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നടപ്പിലാകുമെന്ന് വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട്, അതായത് ഈ ഡിഗ്രി ചെയ്യാൻ കഴിയാത്തവരും ആ ഡിഗ്രിക്ക് മുമ്പ് പ്രാക്ടീസ് ചെയ്തതായിട്ടുള്ള ആളുകളുണ്ടാവും. അതായത് ഇപ്പോൾ നിലവിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്യുപങ്ക്ചറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശീലകർ, അതായത് ഈ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സകർ, അവർക്ക് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഒരു കൃത്യമായ ഒരു രജിസ്ട്രേഷൻ നമ്പറോട് കൂടി അവർക്ക് കൃത്യമായ ഒരു ഇത്ര കാലഘട്ടം വരെയുള്ള ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ എന്താ പറയുക, അക്യുപങ്ക്ചർ ചികിത്സേനെ മാറ്റുന്നൊരവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെല്ലാം ഒരു രജിസ്ട്രേഷൻ നമ്പറോട് കൂടി ഒരു പാരമ്പര്യ വൈദ്യന്മാർ എന്ന് പറയുന്ന പോലെ, ഒരു പാരമ്പര്യ അക്യുപങ്ക്ചറിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് മാറുകയും പുതുതായിട്ട് അക്യുപങ്ക്ചർ ചെയ്യുന്ന ആളുകൾ,
അങ്ങനത്തെ ഒരു ഡിഗ്രി ലെവലിൽ അറിയപ്പെടുകയാണ് ചെയ്യുക. പക്ഷേ നിലവിൽ നമുക്ക് ആയുഷിൻ്റെ അണ്ടറിൽ അക്യുപങ്ക്ചർ വരികയോ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞ ചികിത്സാ രീതി ഇവിടെ ഒരു ചികിത്സാ സിസ്റ്റമായിട്ട് അംഗീകരിക്കുകയോ ഇത് എന്താ പറയുക ഇതൊരു പ്രശ്നമല്ലാത്ത സംഗതിയാണെന്ന് നമ്മളുടെ ആയുഷ് കൊണ്ടുവരികയും ചെയ്യാത്തിടത്തോളം കാലം ഇത് കപട ചികിത്സയായിട്ടും സ്യൂഡോ സയൻസായിട്ടും ആളുകൾക്ക് വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സയൻസായിട്ടും ഒരു ചികിത്സാ രീതിയുമായിട്ടാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താ പറയുക അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതിനെ വളരെയധികം നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന അതിനെപ്പറ്റി അറിയാൻ വയ്യാത്ത കുറേ ആളുകൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന കുറേ ദുരന്തങ്ങളാണ് നമ്മളിപ്പോൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരിക്കലും നമുക്ക് 100% ന്യായീകരിക്കാനൊന്നും കഴിയില്ല. പക്ഷേ എന്താ പറയുക അതിനർത്ഥം അത് പൂർണ്ണമായിട്ടും തെറ്റാണെന്നുമല്ല. ഇപ്പം നമുക്ക് 100% ആളുകൾക്കും അലോപ്പതി സിസ്റ്റം ഫോളോ ചെയ്യാൻ കഴിയില്ല. 100% ആളുകൾക്കും ആയുർവേദം ഫോളോ ചെയ്യാൻ കഴിയില്ല. അതിന് ചില ആളുകൾക്ക് ചില സംഗതികളെ സ്യൂട്ടാവുള്ളൂ, അവരത് ഓപ്റ്റ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതല്ലാതെ മറ്റ് സംഗതികളൊന്നും അതിനകത്തില്ല. പക്ഷേ എല്ലാത്തിലും കൃത്യമായ ഒരു ഗൈഡൻസ് ഉണ്ടാവണം. ഇപ്പോൾ അക്യുപങ്ക്ചർ പോലുള്ള ചികിത്സാ രീതികൾ കൊണ്ട് ഒരാൾക്ക് പ്രസവം എടുക്കാനോ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യാനോ ഒന്നും അങ്ങനത്തെ ഒരു ലീഗൽ അവസ്ഥകളൊന്നും അതിനകത്ത് കൊടുക്കുന്ന ഒരു സംവിധാനമല്ലാതെ ഒരു കൃത്യമായ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിലൂടെ ഇപ്പോൾ അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ എങ്ങനെയാണോ നിലനിൽക്കുന്നത് അങ്ങനത്തെ ഒരു കൃത്യമായ ഒരു നല്ല പ്രോട്ടോക്കോളോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയാണ് അക്യുപങ്ക്ചറിന് ഉണ്ടാവുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ IMA പോലുള്ള സംഘടനകൾ അക്യുപങ്ക്ചറിനെ മോഡേൺ മെഡിസിനോടുകൂടി ചേർത്തുകൊണ്ട് അതിനെ മിക്സ് ആക്കിക്കൊണ്ട് അക്യുപങ്ക്ചറിനെ മോഡേൺ മെഡിസിൻ്റെ എന്താ പറയുക അലോപ്പതി സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നിയമപരമായിട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം അത് ഒരിക്കലും ഇപ്പം നിലവിൽ ആയുർവേദത്തിന് അത് തുല്യമാവുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒരിക്കലും ആയുർവേദ പച്ചമരുന്നുകളെന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ അതിന് നല്ല എഫക്റ്റ് നമുക്ക് 100% നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ആയുർവേദം എപ്പോഴാണോ എന്താ പറയുക അലോപ്പതി സിസ്റ്റത്തിനെ പോലെ തന്നെ എന്നാണോ എല്ലാ ടെസ്റ്റുകളും ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ എല്ലാ ടെസ്റ്റുകളും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ട് തൈറോയ്ഡ് നോക്കുകയും ടെസ്റ്റുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതായത് ഒരു അലോപ്പതൈസ്ഡ് ആയിട്ടുള്ള ഒരു ആയുർവേദം, ഇത് പാരമ്പര്യ ആയുർവേദം അല്ല ഒരിക്കലും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓരോ പർട്ടിക്കുലർ മെഡിസിൻസ്, അപ്പോൾ അത് ലക്ഷണങ്ങളെ ചികിത്സിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആയുർവേദത്തിൻ്റെ സിസ്റ്റം അതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക അങ്ങനെ ഒരുപാട് ആയുർവേദത്തിൻ്റെ ദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചികിത്സിക്കുന്നതിന് പകരം ഇങ്ങനത്തെ കുറേ അലോപ്പതൈസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ആയുർവേദം മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അക്യുപങ്ക്ചറും മാറുന്നൊരവസ്ഥയാണ് അത് മോഡേൺ മെഡിസിനോടുകൂടി ചേരുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ ഒതുക്കി തീർക്കാനും ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ശുഭാപ്തി വിശ്വാസത്തോടെ പ്രതീക്ഷിക്കുകയാണ് അക്യുപങ്ക്ചർ നമുക്ക് നല്ലൊരു ചികിത്സാ ശാഖയായിട്ട് നമുക്ക് ഇന്ത്യയിൽ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ലീഗൽ സപ്പോർട്ട് കൂടി പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളൊരു വിഷയം. പിന്നെ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ നടന്ന വിഷയം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഖേദകരമായ ഒരു സംഗതിയാണ്. അപ്പോൾ അത് 100% നടക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇത് നമുക്ക് കൃത്യമായ ഒരു ഗൈഡൻസും ഒരു കൃത്യമായ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ ഒരു ഗൈഡൻസും ഒരു എമർജൻസി ഘട്ടത്തിൽ നമുക്ക് അസിസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യാൻ 100% പാടുള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നടന്ന ഒരു വിഷയം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ, ഒരു അമ്മയും കുഞ്ഞും മരിച്ച ഒരു വിഷയം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ അതിൽ ആ ലേഡിക്ക് പൂർണ്ണമായിട്ടുള്ള വില്ലിങ് ഉണ്ടായില്ല. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു രോഗത്തിന് നമ്മൾ അക്യുപങ്ക്ചർ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സ അനുസരിച്ച് നമ്മൾ മനസ്സിനെയും കൂടെ പരിഗണിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒരിക്കലും നമ്മളതൊരു എക്സ്റ്റേണലി ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു സംഗതിയോട് താല്പര്യമില്ലാതെ ചെയ്യുന്ന സാധനത്തിന് ഒരു ചികിത്സയ്ക്ക് അതെന്തുമായിക്കോട്ടെ അത് അവരുടെ മനസ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് അവരുടെ ചികിത്സയ്ക്ക് ബലം ചെയ്യുന്നതിൽ. അപ്പോൾ അത് ഒന്നാമത്തെ അവരുടെ മനസ്സ് അതിനകത്തില്ല,
രണ്ടാമത്തെ സംഗതികൾ ട്രെയിൻഡ് ആയിട്ടുള്ള അവർ ഈ ഭർത്താവോ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ആദ്യ ഭാര്യയോ അവരോ ഒന്നും അക്യുപങ്ക്ചർ തീരെ അവർ അവെയറല്ല, അവർ പഠിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് ഓൾറെഡി ഇത് ചെയ്തിട്ടുള്ളതോ ഇത് അക്യുപങ്ക്ചറിൻ്റെ അക്യുപങ്ക്ചർ അനുസരിച്ചിട്ട് നമുക്ക് നാച്ചുറോപ്പതിയിലാണ് കൂടുതൽ ഇങ്ങനത്തെ പ്രസവങ്ങളും സംഗതികളും നടക്കുന്നത്. അക്യുപങ്ക്ചറിൽ അങ്ങനെ ഡയറക്റ്റ് ലീഗലായിട്ടൊന്നും അങ്ങനെ പ്രസവം ഡയറക്റ്റായിട്ട് അങ്ങനെ നടക്കണില്ല. നാച്ചുറോപ്പതിയുടെ ഒരു ബേസ് തന്നെയാണ് അതിനകത്ത് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു അസിസ്റ്റൻസ് പോലും ഇല്ലാത്ത ഒരു ഡോക്ടറോ നാച്ചുറോപ്പതിയുടെ ഒരു പ്രാക്ടീഷണറോ അല്ലെങ്കിൽ അലോപ്പതിയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നേഴ്സോ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസും ഇല്ലാതെയാണ് അങ്ങനെ ഒരു റിസ്ക് അവർ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത് തികച്ചും അത് ഇൻറ്റൻഷനലി അവരോട് ചെയ്ത ഒരു അനീതിയാണെന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കാരണം അവരെ മാത്രമല്ല അതിൽ പരിഗണിക്കേണ്ടത്, ആ കുട്ടീനെയും അവരുടെ ഫാമിലീനെയും എല്ലാം 100% പരിഗണിക്കുകയും അങ്ങനെ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നടന്നിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റിന് പോലും ടോട്ടലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ഈ പ്രസവം എടുക്കാൻ സഹായിച്ചത് ഈ 16-കാരിയായിട്ടുള്ള ഈ ആദ്യത്തെ ഭാര്യയിലുള്ള മോളാണ്. അവർ അക്യുപങ്ക്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഇത് എവിടെയാണ് അവർ പഠിച്ചത്, ആരാണ് ഇത്തരത്തിലുള്ള പ്രസവം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. നിലവിൽ അക്യുപങ്ക്ചറുമായിട്ട് ബന്ധപ്പെട്ട് പ്രസവം എടുക്കാൻ അത് നമ്മളെ സിലബസിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. നിലവിൽ നമുക്ക് അക്യുപങ്ക്ചർ വഴിയായിട്ട് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല. നാച്ചുറോപ്പതിയും നാച്ചുറൽ ബർത്തും ഒക്കെ ഒരുപാട് നമ്മളുടെ നാട്ടിൽ നിലവിലുണ്ട്. അതിൻ്റേതായ കൃത്യമായ ഡോക്ടർ ഡിഗ്രിയുള്ള ആളുകൾ തന്നെയാണ് അത് കൃത്യമായിട്ട് ചെയ്യാറുള്ളത്. അല്ലാത്തവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളും ഒക്കെ നേരിടാറുണ്ട്. അപ്പോൾ ഒരു 16 വയസ്സുള്ള ഒരു കുട്ടി, അവർ പ്രസവിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു എക്സ്പീരിയൻസും ലൈഫിലില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി എത്രത്തോളം ഒരു കോൺഫിഡൻറ്റ് നിന്നുകൊണ്ടാണ് അത്ര വലിയൊരു റിസ്ക് ആ കുട്ടീനെ വെച്ചുകൊണ്ട് ആ പിതാവും എടുത്തതെന്നുള്ളതൊക്കെ ഒരു വലിയ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റും വളരെ നെഗറ്റീവാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഒരുപാട് മരണങ്ങളെക്കുറിച്ച്, അതായത് അമ്മയും കുഞ്ഞും പ്രസവത്തിനെ തുടർന്ന് തന്നെ മരിച്ച അവസ്ഥകളെപ്പറ്റി ഞാൻ ഒരുപാട് സ്ക്രീൻഷോട്ട് ഈ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുകയുണ്ടായി. ഒരിക്കലും ഒരു തെറ്റിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു തെറ്റിനെ നമ്മൾ തടയായിട്ട് ഉപയോഗിക്കുന്നതല്ല. അതിലുണ്ടായതും വീഴ്ചകൾ കൊണ്ട് ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ നടന്നതും തീർച്ചയായിട്ടും പണിഷബിളായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മളൊരിക്കലും ഒന്നിനെ ന്യായീകരിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതികളൊന്നും അക്യുപങ്ക്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അക്യുപങ്ക്ചറിൻ്റേതായ ഒരു യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇത് അക്യുപങ്ക്ചറിൽ പെട്ടതല്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള രീതികളിലുള്ള പ്രസവം എടുക്കുക അങ്ങനത്തുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇത്തരത്തിൽ പ്രചരണം നടത്തുന്ന ആളുകൾ, ഇത്തരം യൂട്യൂബ് ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ആളുകളെല്ലാം തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്. കാരണം അവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റൻസ്, ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് അസിസ്റ്റ് ചെയ്യാനും തയ്യാറായിരിക്കണം. പ്രസവം ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വളരെ നിസ്സാരവൽക്കരിക്കേണ്ട ആവശ്യം അതിനകത്തില്ല. കാരണം അതിലത് എന്ത് റിസ്ക്കും നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം സംഗതികളുടെ പിന്നിലുള്ള ആളുകൾ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക തന്നെയാണ് വേണ്ടത്. ഇനി ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. നമുക്കറിയാം, പണ്ടത്തെ കാലത്തെ പോലൊന്നുമല്ല ഇന്നത്തെ പ്രസവം എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രസവം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ചിലവേറിയതാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് കുറച്ച് അകമഴിഞ്ഞ് പോക്കറ്റ് തുറക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഗർഭിണിയാണെന്ന് അറിയുന്നത് മുതൽ നമുക്ക് ടെസ്റ്റുകൾ തുടങ്ങും. അതുപോലെ തന്നെ പ്രസവം, അതായത് ഗർഭിണിയാവുന്ന ആദ്യത്തെ ആ രണ്ടാഴ്ച മുതൽ തുടങ്ങും സ്കാനിങ്. ആദ്യത്തെ 2 മാസത്തിലൊരു സ്കാനിങ്, പിന്നെ 3-ാം മാസത്തിലൊരു സ്കാനിങ്, അതിന് ശേഷം പിന്നെ വീണ്ടും 6-ാം മാസത്തിൽ വീണ്ടും 5-ാം മാസത്തിൽ വീണ്ടും ഒരു സ്കാനിങ്. അതിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വേറെ കുറച്ചുകൂടെ ക്യാഷ് കൂടിയിട്ടുള്ള എന്തെങ്കിലും ന്യൂറോ ഡിസോർഡേഴ്സ് ഉണ്ടോയെന്ന് അറിയാൻ തരത്തിലുള്ള സ്കാനിങ്ങുകൾ. പിന്നെ ലാസ്റ്റ് ഘട്ടത്തിലുള്ള 7-ാം മാസത്തിലുള്ള സ്കാനിങ്, പിന്നെ 9-ാം മാസത്തിലുള്ള സ്കാനിങ്. അങ്ങനെ ഒരു ചെക്കപ്പിൻ്റെ ഒരു ലോകമാണ് ഈ പ്രഗ്നൻസി കാലയളവെന്ന് പറയുന്നത്. നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് പോലൊന്നും അല്ല. എന്ന് വെച്ചാൽ അത്രയും അവർ
വിജിലൻ്റായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം കെയർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിലുള്ള 100,000 അൺനെസസറി ആയിട്ടുള്ള ടെസ്റ്റുകളും സംഗതികളും എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോയിരുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ പിന്നെ നമ്മളത് വിട്ടിട്ട് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റി കാണിച്ചു. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ നമുക്കറിയാം പൊതുവേ അവിടെ ഡോക്ടേഴ്സിന് കൂടുതൽ അധികം സാലറി അല്ലാതെ അതിൽ കൂടുതലൊന്നും പൈസ കിട്ടാത്തത് കൊണ്ട് അവർ അതിന് ആവശ്യമില്ലാത്ത പരിപാടികളൊന്നും ചെയ്യാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടെസ്റ്റുകളോ പരിപാടികളൊന്നും എഴുതുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ബെനിഫിഷ്യറി അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട്, മരുന്നിൽ നിന്നോ ഒന്നും ചെയ്യാത്തത് കൊണ്ട്, ഗുണമില്ലാത്തത് കൊണ്ട് അവർ പേഷ്യൻറ്റിന് എന്താണോ ആവശ്യം, അവർക്ക് അത്യാവശ്യപ്പെട്ട സംഗതി എന്താണോ അത് മാത്രം എഴുതി കൊടുക്കും. അല്ലാതെ ഇപ്പോൾ രോഗീനെ സുഖിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ കുറേ മരുന്നുകൾ എഴുതിയോ അല്ലെങ്കിൽ രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ട ഒരവസ്ഥയോ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇല്ലാത്തത് കൊണ്ട് അവർ കൃത്യമായിട്ട് അവരുടെ പണിയെടുക്കും എന്നുള്ള വിഷയങ്ങളുണ്ട്. അവിടെ കൃത്യമായിട്ട് അൺനെസസറി ആയിട്ട് ടെസ്റ്റുകൾ നടക്കില്ല എന്ന വിശ്വാസത്തിനെ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ കാണിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും ഗവൺമെൻറ് ആശുപത്രിയിലും സ്കാനിങ്ങുകൾ പോലുള്ള ടെസ്റ്റുകളെല്ലാം തന്നെ ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് നമ്മളെ പ്രസവിക്കാനുള്ളൊരു കാലയളവ് എത്തി. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും പ്രസവത്തിന് നമുക്ക് തന്നിട്ടുള്ള EDD ഡേറ്റിന് 2 ആഴ്ച മുമ്പ്, അതായത് എക്സ്പെക്റ്റഡ് ഡെലിവറിക്ക് 2 ആഴ്ച മുമ്പായിട്ട് നമ്മൾ അഡ്മിറ്റ് ആവുകയും ചെയ്തു. പക്ഷേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പെയിനിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ തരികയും ഒക്കെ ചെയ്തെങ്കിലും നമുക്ക് പെയിൻ ഒന്നും ഉണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ട് അവർ കുട്ടി പ്രസവിക്കാനുള്ള ഒരവസ്ഥ ഇല്ലാത്തത് കൊണ്ട് വികാസം ഉണ്ടാവുന്നില്ല എന്ന പേര് പറഞ്ഞിട്ടാണ് എനിക്ക് സിസേറിയൻ ചെയ്തത്, അനസ്തേഷ്യ തന്ന് സിസേറിയൻ ചെയ്തത്. അപ്പോൾ പെയിൻ തന്ന മരുന്നിനനുസരിച്ചിട്ട് എനിക്ക് പെയിൻ വന്ന് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അവർ ഇനി പെയിൻ ഫുള്ളായിട്ട് വരുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടി മഷി കുടിക്കും എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ പ്രസവം സിസേറിയനാക്കുകയാണ് ചെയ്തത്. അത് എനിക്ക് സത്യത്തിൽ ലൈഫിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷനായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഫുള്ള് പണിയെടുത്തതും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള എന്താ പറയുക പ്രിപ്പറേഷനും നാച്ചുറൽ ബർത്തിന് വേണ്ടിയിട്ടുള്ള ആയിരുന്നു. പക്ഷെ അത് നടന്നില്ല. ശേഷം എൻ്റെ 2ാമത്തെ ഡെലിവറി ടൈം ഞാൻ തീരുമാനിച്ചു ഇനി എന്ത് വന്നാലും ഇനി അലോപ്പതി ചികിത്സയുടെ പുറകിൽ ഞാൻ എന്തായാലും നിൽക്കില്ല. കാരണം ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ പ്രത്യേകിച്ച് യാതൊരു മരുന്നുകളോ കുത്തിവെപ്പുകളോ അയൺ ഗുളികളോ അല്ലെങ്കിൽ കുഞ്ഞിനാണെങ്കിലും വാക്സിനോ മറ്റ് ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയും നമ്മൾ ആദ്യം അങ്ങനെ പ്രതീക്ഷിച്ച ഒരു ഫലമില്ലാത്തത് കൊണ്ട് എന്തായാലും ആ ഒരു എന്താ പറയുക ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്തായാലും ശരീരം വിട്ടുകൊടുക്കണ്ട എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് ഞാൻ 2ാമത്തെ സംഗതികളെ നാച്ചുറലായിട്ട് തന്നെ ചെയ്യണം എന്ന് 100% ഒരു പ്രിപ്പറേഷനോടുകൂടി തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാലയളവുകളെല്ലാം അതിന് വേണ്ടിയിട്ട് കൃത്യമായി യൂസ് ചെയ്തിട്ട് പ്രസവത്തിൻ്റേതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ടെസ്റ്റുകളും സ്കാനിങ്ങുകളും അവസാന കാലം വരെയും, അതായത് ഡോക്ടർ ഇത് ഡെലിവറിക്ക് അഡ്മിറ്റ് ആവാൻ പറയുന്ന ആ കാലഘട്ടം വരെയും ലാസ്റ്റ് ഡേറ്റ് വരെയും എല്ലാ ടെസ്റ്റുകളും സംഗതികളും എല്ലാം നമ്മൾ എടുക്കുകയും ഡോക്ടറെ കാണുകയും നമ്മളതെല്ലാം സൂക്ഷിച്ച് നമ്മൾ കയ്യിൽ വയ്ക്കുകയും എല്ലാം കൃത്യമായി രേഖകളെല്ലാം കൃത്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ പിന്നെ ഡെലിവറി അഡ്മിറ്റ് ആവാൻ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ടില്ല. അഡ്മിറ്റ് ആവാൻ വേണ്ടി നമ്മൾ ആ സമയത്തേക്ക് പോയില്ല. കാരണം എന്തായാലും പ്രസവവേദന വരുന്നതിന് 2 ആഴ്ച മുമ്പാണ് അഡ്മിറ്റ് ആവാൻ പറഞ്ഞത്. ഈ പ്രസവവേദനയ്ക്ക് മുമ്പായിട്ട് 2 ആഴ്ച മുമ്പ് അഡ്മിറ്റ് ആവാൻ പറയുന്ന ടൈമിൽ മരുന്ന് കൊടുക്കുമ്പോൾ പ്രസവിക്കുന്ന ആളുകളെന്ന് പറഞ്ഞത് ഓൾറെഡി അവർക്ക് ഡയലേഷൻ ഉള്ള ആളുകളായിരിക്കും. അവർക്ക് ഓൾറെഡി പ്രസവിക്കാൻ അവർ ഓക്കെയാണ്, 100% ഓക്കെ ആയിരിക്കുന്ന ആളുകൾക്കാണ് പ്രസവിക്കുക. അതല്ലാത്ത ഒരു 20-25% ഓഫ് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ കറക്റ്റ് ടൈം അല്ലെങ്കിൽ 40 ആഴ്ച കറക്റ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ 42ാമത്തെ ആഴ്ച വരെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ 39ാമത്തെ ആഴ്ചയായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു നാച്ചുറലായിട്ടുള്ളൊരു പെയിൻ വരുന്ന കാലഘട്ടം വരെ നമ്മൾ നാച്ചുറലായിട്ട് വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മറ്റ് മരുന്നുകളും ഒന്നും തന്നെ ചെയ്യാതെ തന്നെ നമ്മൾ എൻ്റെ ഹസ്ബൻഡും ഇതുപോലെ തന്നെ അക്യുപങ്ക്ചർ വർഷങ്ങളായിട്ട് പഠിക്കുകയും അതിൻ്റെ
കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വീടുകളിലൊക്കെ പ്രസവം എടുക്കുന്ന എന്താ പറയുക, ആധികാരികമായിട്ട് തന്നെ നമുക്ക് അവർക്ക് അങ്ങനെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല പ്രായമായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ കൂടെ ചേർത്തു. അതുപോലെ തന്നെ നമ്മളുടെ പരിചയത്തിൽ തന്നെ നമുക്ക് പ്രസവം എടുക്കുന്ന ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി. അപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനോ പ്രയാസങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും നമ്മൾ ഓപ്പണാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു സാഹസത്തിന് വേണ്ടിയിട്ട് നിന്നത്. അങ്ങനെ പ്രസവവേദന വന്നു. ചെറിയ രീതിയിലുള്ള വേദനകൾ ഒരാഴ്ചയുണ്ടായി. അതിനുശേഷം സിവിയറായിട്ട് ഒരു 1 day പെയിൻ ഉണ്ടായി. അതിനുശേഷം നമ്മൾ വീട്ടിൽ പ്രസവിക്കുകയാണ് ഉണ്ടായത്. മറ്റൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷനോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. കാരണം നമ്മളതിൽ അതായത് പ്രസവിക്കാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്ന ഒരാൾ പൂർണ്ണമായിട്ട് അവർ മനസ്സതിനോട് കമ്മിറ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ മരിച്ച വ്യക്തി എന്ന് പറയുന്ന വ്യക്തി അവർക്കൊരിക്കലും അതിനോട് വില്ലിങ് അല്ലായിരുന്നു. അവർ 100% പേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് മാത്രമല്ല, മറ്റ് നമ്മൾ ചുറ്റുപാടുള്ള ആളുകൾ, പിന്നെ അവരൊരിക്കലും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായിരിക്കുമല്ലോ അവരുടെ ഒരു ഫസ്റ്റ് വൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 100% അവരുടെ മനസ്സ് ആ ഒരു സംഗതികൾ ആ സമയങ്ങളിൽ ഒരു പക്ഷേ കൺവീനിയൻ്റ് ആയിരുന്നിരിക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അങ്ങനെ ഒരു പ്രശ്നമില്ല. എല്ലാം കൊണ്ടും നമ്മൾ മനസ്സ് 100% അതിനോട് കമ്മിറ്റഡ് ആയതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും നമ്മളൊരു നെഗറ്റീവായിട്ടുള്ളൊരു സംഗതി അവിടെ നടന്നില്ല. പിന്നെ അതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നമ്മൾ പിന്നെ അതിന് പ്രസവത്തിന് ശേഷവും എല്ലാവിധ സ്കാനിങ്ങുകളും ടെസ്റ്റുകളും ഒക്കെ എടുത്ത് നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല, കുഞ്ഞിനും അമ്മയ്ക്കും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം ബോധ്യപ്പെടുത്തി എല്ലാം നമ്മൾ കൃത്യമായ റിപ്പോർട്ടുകളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കുഞ്ഞിനാണെങ്കിലും നമ്മൾ വാക്സിനുകളോ മറ്റു മരുന്നുകളോ ഒന്നും തന്നെ എടുത്തിട്ടുമില്ല. അപ്പോൾ നമ്മൾ പ്രസവ സമയത്തും അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്തും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ മരുന്നുകളോ ഒന്നും തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമല്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു വിഷയം നടക്കുമ്പോൾ നമ്മൾ ഈ ഒരു വിഷയം ഞാൻ ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കേസ് ഇതുപോലെ നടക്കുന്നുണ്ട്. 2 തരത്തിൽ നമുക്കിങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇത് അക്യുപങ്ക്ചർ വഴിയായിട്ട് ഒരിക്കലും പ്രസവം എടുക്കാൻ കഴിയില്ല. ഇത് നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ, നമ്മളെല്ലാ ജീവജാലങ്ങളെപ്പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ പോലെ തന്നെ നടക്കുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെതായ കൃത്യമായ രീതികളിലൂടെ എടുക്കുമ്പോൾ മാത്രമേ അത് സക്സസ്ഫുൾ ആവുകയുള്ളൂ. അത് നമുക്കറിയാം, പണ്ടത്തെ കാലത്തൊക്കെ ജോലി ചെയ്യുന്നതിനിടയിൽ നിന്നുകൊണ്ടാണ് ഒരു പക്ഷേ പ്രസവമൊക്കെ നടക്കുക, അല്ലെങ്കിൽ ആംബുലൻസിൽ വെച്ചിട്ട് പ്രസവിക്കുക. ആദിവാസി മേഖലയിലൊക്കെ ആളുകൾക്ക് ചികിത്സ കിട്ടാതെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പായിട്ട് വണ്ടിയിൽ വെച്ച് തന്നെ പ്രസവിക്കുന്ന അവസ്ഥകൾ, ഇതൊന്നും അസിസ്റ്റൻസൊക്കെ കിട്ടാതെ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ സംഭവിക്കുന്ന അവസ്ഥകളിൽ മരണം സംഭവിക്കുന്ന അവസ്ഥകളും ഉണ്ട്. അപ്പോൾ രണ്ടും സംഭവിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അക്യുപങ്ക്ചറിൻ്റെ ഭാഗമല്ല ഒരിക്കലും പ്രസവം എന്ന് പറയുന്നത്. ഒരു പ്രസവം, നാച്ചുറലായിട്ടുള്ളൊരു ബർത്ത് ഒരിക്കലും അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സാ ശാഖയിൽ ഉൾപ്പെട്ട ഒരു സംഗതിയല്ല. അങ്ങനെ ആ ഒരു സംഗതിക്ക് ആരെങ്കിലും ചികിത്സയ്ക്ക്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും പ്രേരണ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് അക്യുപങ്ക്ചറിൻ്റെ ഭാഗമല്ല, അത് നാച്ചുറോപ്പതിയുടെ ഭാഗമാണ്. അതായത് ഈ പ്രകൃതി ചികിത്സയുടെ ഭാഗമാണ്. അതൊരിക്കലും അക്യുപങ്ക്ചറുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സംഗതിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അക്യുപങ്ക്ചറിനെ ദുരുപയോഗം ചെയ്ത വ്യക്തികൾ തീർച്ചയായിട്ടും നിയമപരമായ നടപടികൾ സ്വീകരിക്കുക തന്നെയാണ് അതിനകത്ത് വേണ്ടത്. അവർ കൃത്യമായിട്ട് യഥാർത്ഥമായിട്ട് അക്യുപങ്ക്ചർ ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള കൃത്യമായ അവരൊരു എക്സ്പ്ലനേഷനും തീർച്ചയായിട്ടും നൽകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം സംഗതികളൊക്കെ ഒരു ചികിത്സയുടെ മാനദണ്ഡത്തിന്, അല്ലെങ്കിൽ ഒരു ചികിത്സയുടെ യോഗ്യതകളെ നിർണ്ണയിക്കുന്ന കുറേ ഘടകങ്ങളാണ്. ആ ചികിത്സ ആധികാരികമല്ല എന്നെല്ലാം പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അനുമാനത്തിലേക്ക് ആളുകളിലേക്ക് എത്തിക്കുന്ന, ആളുകളിലേക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവ് അസംപ്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു
എന്താ പറയുക അവയർനെസ്സാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റ് ഉപകാരപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. മരുന്ന് സ്വയമായിട്ട് നിർത്തിക്കൊണ്ട് അവർക്ക് ഷുഗറും മറ്റ് ഒരുപാട് രോഗങ്ങൾക്ക് അത് യൂസ്ഫുള്ളായിട്ട് അത് കൊണ്ടു നടക്കുന്ന അവരുടെ ലൈഫിൽ അത് ഉപകാരപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അവർക്കത് ആവശ്യമുണ്ടെങ്കിൽ അവരത് ചൂസ് ചെയ്തോട്ടെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-20 കൊല്ലം നമ്മൾ മരുന്ന് കഴിച്ച് കിഡ്നി ഫെയിലിയർ ആവുന്നതിലും നല്ലതാണല്ലോ നമ്മളെ ഡയറ്റും നമ്മളുടെ ഇത്തരം ചികിത്സാ രീതികളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെ നമ്മളുടെ ആരോഗ്യത്തിന് നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ അത്തരം ഒരു രീതിയാണ് അക്യുപങ്ക്ചറിലും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു അക്യുപങ്ക്ചറുമായിട്ട് ബന്ധപ്പെട്ട ആധികാരികത എന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അറിയാവുന്ന സംഗതികൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.